UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വയോജന വകുപ്പ് രൂപീകരിച്ചത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള തുടക്കമാണെന്ന് യുവജന ക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ്. സർവീസ് പെൻഷൻകാരുടെ അവശേഷിക്കുന്ന അവകാശങ്ങളും ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കൊടുങ്ങല്ലൂരിൽ നടന്ന നേത്രപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായി വയോജന വകുപ്പ് രൂപീകരിച്ച് ഉത്തരവിറക്കിയത് ഒരു തുടക്കം മാത്രമാണെന്ന് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് പറഞ്ഞു. സർവീസ് പെൻഷൻകാരുടെ അവശേഷിക്കുന്ന അവകാശങ്ങളും നടപ്പാക്കാൻ പുതിയ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന പരിപാടികൾ കുറച്ച് മാറ്റിവെച്ചുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പ്രിയപ്പെട്ട കൊടുങ്ങല്ലൂരിൻ്റെ മുൻ MP, ചാലക്കുടി പാർലമെൻറ്റിൻ്റെ, നമ്മുടെ കൊടുങ്ങല്ലൂരെല്ലാം കൂടി ഉൾപ്പെടുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മുൻ MP കൂടിയായിരുന്ന ശ്രീ KP ധനപാലൻ ഇന്ന് രാവിലെ ആകസ്മികമായി നമ്മളോട് ഇവിടെ പറയുകയുണ്ടായി. ഞാൻ 2 ദിവസം മുമ്പാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നാളെയാണ് അതിൻ്റെ ഒരു യോഗം സംഘടിപ്പിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞ് വിളിച്ചത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ KSEBയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉസ്മാൻകയുടെ പരിപാടിക്കാണ് ജോണിച്ചാണ് ഞങ്ങളെല്ലാം ഒരുമിച്ച് പങ്കെടുത്തത്. അപ്പോൾ അന്ന് കുറേ നേരം സംസാരിച്ചു. പഴയ കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് മത്സരത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ചെറിയ ഭൂരിപക്ഷത്തിനാണ് അന്ന് പരാജയപ്പെടുന്നത്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ അനുഭവങ്ങളും അതിനുശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങളും പിന്നെ ഈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചതിലുള്ള സന്തോഷമൊക്കെ പറഞ്ഞ് കുറേയേറെ സംസാരിച്ചത്. അദ്ദേഹം ഇവിടെ MP ആയിരുന്ന സമയത്താണ് ഞാനിവിടെ KSUവിൻ്റെ നിയോജക കമ്മിറ്റിയുടെ പ്രസിഡന്റും ജില്ലാ ഭാരവാഹിയൊക്കെ ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതൊക്കെ. സംസ്ഥാന തലത്തിലെ പൊതുവിഷയങ്ങൾക്കൊപ്പം കൊടുങ്ങല്ലൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകുമെന്നും അതിനായി കൂടുതൽ സമയം കണ്ടെത്തി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സംഘടിപ്പിച്ച നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പ് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഘം പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR ജൈത്രൻ, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KM സായൂജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, സെക്രട്ടറി വീണ റോമു, വൈസ് പ്രസിഡന്റ് PN മോഹനൻ, പുല്ലൂറ്റ് ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളും സഹകരണ മേഖലാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.